ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ് ആപ്പ്. അപ്പം നാളെയാണ് നമ്മുടെ SS-ന്റെ എക്സാം നടക്കാൻ പോകുന്നത് അല്ലേ. അപ്പം നമുക്ക് 15 മിനിറ്റ് കൊണ്ട് എത്രയും പെട്ടെന്ന് സിവിക് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ പൗരബോധം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പം എന്താണ് പൗരബോധം എന്നുള്ള ഒരു ഡെഫിനിഷൻ നിങ്ങൾ എന്തായാലും ആദ്യം തന്നെ പഠിച്ചിരിക്കുക. സിവിക് കോൺഷ്യസ്നെസ് എന്താണെന്നുള്ള കാര്യം അല്ലേ. ഓരോ പൗരനും സമൂഹത്തിൻ്റെതാണെന്നും സമൂഹത്തിൻ്റെ യഥാർത്ഥ താല്പര്യങ്ങളായിരിക്കണം ഓരോ പൗരൻ്റെയും താല്പര്യം എന്നുള്ള ഒരു ബോധത്തിനെയാണ് നമ്മൾ പൗരബോധം അല്ലെങ്കിൽ സിവിക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക അല്ലേ. അതാണ് ഇവിടെയും കൊടുത്തത്. സിവിക് കോൺഷ്യസ്നെസ് ഈസ് ദ റെക്കഗ്നിഷൻ ദാറ്റ് ഈച്ച് സിറ്റിസൺ ഈസ് ഫോർ ദ സൊസൈറ്റി ആൻഡ് ജെനുവിൻ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ആർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സിറ്റിസൺസ് എന്നുള്ളത് അല്ലേ. ചുമ്മാ അതിങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ പ്ലാസ്റ്റിക് വലിച്ചെറിയാണ്ടിരിക്കുക അല്ലേ, ട്രാഫിക് സിഗ്നൽ പാലിക്കുക അല്ലേ, ആളുകളോട് മര്യാദയോടെ പെരുമാറുക അല്ലേ, പ്രകൃതിയിൽ നമ്മൾ വെറുതെ കാട്ടിനൊന്ന് പോയി തീയിടാണ്ടിരിക്കുക, അങ്ങനെ കുറച്ച് ബോധത്തോടെ നമ്മൾ പെരുമാറുകയാണെങ്കിൽ അല്ലേ നമുക്ക് സിവിക് കോൺഷ്യസ്നസ് ഉണ്ട് എന്നാണ് അർത്ഥം എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി സിമ്പിളായിട്ട്. പിന്നെ പൗരബോധത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും നോക്കണം. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും, 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും, 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരും. പൗരബോധത്തിൻ്റെ പ്രാധാന്യം, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് സിവിക് കോൺഷ്യസ്നസ് എന്ന് ചോദിക്കാം. അപ്പോൾ പൗരബോധം സംസ്ഥാനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതി അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ ഈ സ്ഥലത്തിൻ്റെയും, അതായത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വൃത്തികേടാക്കി നടക്കുകയാണെങ്കിൽ എൻ്റെ ഏരിയ വൃത്തികേടാവും, എൻ്റെ സംസ്ഥാനം, എൻ്റെ രാജ്യം, ഇതിനൊക്കെ ഇത് മോശമല്ലേ അല്ലേ. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിയെ ഇത് ബാധിക്കുന്നുണ്ട്. പൗരബോധത്തിൻ്റെ അഭാവത്തിൽ മനുഷ്യൻ സ്വാർത്ഥനാവും അല്ലേ, മനുഷ്യൻ സ്വാർത്ഥനായിട്ട് മാറും പൗരബോധം ഇല്ലെങ്കിൽ എന്നുള്ള കാര്യം. എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും അല്ലേ. പൗരബോധം ഇല്ലാത്ത ഒരാൾ വളരെ സെൽഫിഷ് ആയിട്ട് എല്ലാം അവനവന് വേണ്ടിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ. ഇത് സാമൂഹിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അത്തരൊരു സമൂഹത്തിൽ സമാധാനമോ സുരക്ഷിതത്വമോ ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ സിവിക് കോൺഷ്യസ്നസ് ഇൻഫ്ലുവൻസ് ദ പ്രോഗ്രസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. ഇൻ ദ ആബ്സെൻസ് ഓഫ് സിവിക് കോൺഷ്യസ്നസ് ഹ്യൂമൻ ബീങ്സ് വിൽ ബിക്കം സെൽഫിഷ് ആയിട്ട് മാറുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓൾ ആക്ടിവിറ്റീസ് ഫോർ വിൽ ബി ഫോർ ഹിസ് ഓൺ അച്ചീവ്മെന്റ് അല്ലേ, നമ്മളെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പുരോഗതി ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദിസ് വിൽ അഡ്വേഴ്സ്ലി അഫക്ട് ദ സോഷ്യൽ ലൈഫാണ്. ഇൻ സച്ച് സൊസൈറ്റി ദർ വിൽ ബി നോ പീസ് ആൻഡ് സെക്യൂരിറ്റി. അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ ഒരു സമാധാനമോ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാവില്ല. ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പൗരബോധത്തെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അല്ലേ. നമുക്ക് പൗരബോധം ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടായ്മ അല്ലെങ്കിൽ അസോസിയേഷൻസ്, മാധ്യമങ്ങൾ, രാഷ്ട്രീയ സംവിധാനം അല്ലേ, നമ്മളിവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലേ, ഇപ്പോൾ ജനാധിപത്യ രീതി, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ പൗരബോധം ഊട്ടിയുറപ്പിക്കുന്നതിൽ ഇത്രയും ഫാക്ടേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കുക അല്ലേ. കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടായ്മകൾ, മാധ്യമങ്ങൾ, അതേപോലെ രാഷ്ട്രീയ സംവിധാനമൊക്കെ നമുക്ക് പൗരബോധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഓരോന്നിൻ്റെ നമുക്ക് നോക്കാം. കുടുംബം എന്താണ് ചെയ്യുന്നത് അല്ലേ, നമ്മൾ ചെറുപ്പത്തിലെ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ ചെയ്യാൻ പാടും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പഠിക്കുന്നത് നമ്മളെ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി ഇവരൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ നിന്നല്ലേ. സോ ഏറ്റവും ഫൗണ്ടേഷനായിട്ട് നമ്മളുടെ സ്വഭാവ രൂപീകരണമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് ുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക അല്ലേ. ഉത്തരവാദിത്വ ബോധം വളർത്തുന്നതിലും നിലനിർത്തുന്നതിലും കുടുംബം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മുതിർന്നവരെ ബഹുമാനിക്കുക, അതുപോലെ കുടുംബത്തിൽ നിന്നുള്ള പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ നമ്മളെ വലിയ നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രോത്സാഹനമൊക്കെ വലിയ രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കുക അല്ലേ. അത് മുതിർന്നവരെ ബഹുമാനിക്കുക, സാമൂഹിക സേവനത്തിൽ ഏർപ്പെടാനും ഞങ്ങൾ പഠിക്കുന്നത് കുടുംബത്തിന്റെ പ്രാഥമിക സാമൂഹിക സേവനങ്ങളിൽ നിന്നാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. അതായത് കുടുംബത്തിൽ നിന്നാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ രണ്ടാമത് വിദ്യാഭ്യാസം അല്ലേ, എഡ്യൂക്കേഷൻ എന്ന് പറയും. വിദ്യാഭ്യാസം കിട്ടിയ ഒരാളും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. വിദ്യാഭ്യാസമുള്ള ഒരാൾ കുറച്ചുകൂടെ നല്ല രീതിയിലാണ് ആളുകളോട് പെരുമാറുക എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം. മൂല്യബോധം, സഹിഷ്ണുത, നേതൃഗുണം, ശാസ്ത്രീയ മനോഭാവം, ഇതൊക്കെ വിദ്യാഭ്യാസം കിട്ടിയ ഒരാൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം അല്ലേ. നല്ല ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടാവും അല്ലേ, സയന്റിഫിക് ടെമ്പർ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. വിദ്യാഭ്യാസത്തിലൂടെ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയും നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു നോളജും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അസോസിയേഷൻ അല്ലെങ്കിൽ സംഘടനകളുണ്ട്, സംഘടന അല്ലെങ്കിൽ അസോസിയേഷൻസ് ഉണ്ട്. നമ്മളൊരു അസോസിയേഷൻ്റെ ഭാഗമാവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാവും. ഇപ്പം എൻവിറോൺമെന്റൽ ക്ലബ്ബ് ഉണ്ട്, സ്കൗട്ട്, ഗൈഡ്, JRC, NCC പോലുള്ള ക്ലബ്ബുകൾ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിതിൽ അംഗമാകുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് ആ വിഷയത്തിൽ നന്നായിട്ട് സംസാരിക്കുക, നമുക്ക് സ്റ്റേജ് ഫിയർ ഇല്ലാണ്ട് സ്റ്റേജ് കയറി നിന്ന്
ഹേ ബായ് ഓർ ബഹനോ അല്ലെങ്കിൽ എന്താ ഹായ് ഓൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു ധൈര്യം കിട്ടുന്നതൊക്കെ ഇതിലൂടെയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അസോസിയേഷനിലൊക്കെ ഭാഗമാകുമ്പോൾ നമുക്ക് സംസാരിക്കാൻ നല്ല ധൈര്യം ഉണ്ടാവും, ആ ടോപ്പിക്കിൽ നല്ല ജ്ഞാനം ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അസോസിയേഷനിൽ ഭാഗമാകുന്നതും നമുക്ക് പൗരബോധം സൃഷ്ടിക്കുന്നതിൽ നല്ല ബന്ധമുണ്ട്, രണ്ട് തമ്മിൽ കോറിലേറ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ലേ. There are several political, social, economic and cultural associations in our society ആണ്. Association may at time equip the individual to work voluntary with service mind ആണ് അല്ലേ. അപ്പോൾ അസോസിയേഷനിൽ ഭാഗമാവുന്നത് നമ്മളെ ക്യാരക്ടർ ഡെവലപ്മെന്റിനും നമുക്ക് പൗരബോധം ഉണ്ടാക്കുന്നതിലൊക്കെ വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഓർത്തു വെക്കുക. അടുത്തതാണ് മക്കളെ മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. മാധ്യമങ്ങൾക്ക് വലിയ സ്ഥാനമാണ് നമുക്ക് പൗരബോധം ഉണ്ടാക്കുന്നതിൽ കേട്ടോ. മാധ്യമങ്ങൾക്ക് വലിയ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ ഉണ്ട്, ഡിജിറ്റൽ മീഡിയ ഉണ്ട്, പ്രിന്റ് മീഡിയ ഉണ്ട് അല്ലേ, ന്യൂസ് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള മീഡിയ, വിഷ്വൽ മീഡിയ ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള മീഡിയകൾ നമ്മളെ ചുറ്റുമുണ്ട്. സോ നമ്മളൊരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇത് ഫേക്ക് ന്യൂസ് ആണോ, റിയൽ ആയിട്ട് സംഭവിച്ചതാണോ എന്ന്. നമ്മൾ ഫേക്ക് ന്യൂസുകൾ മാത്രം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ലോകത്തിൽ ഇതൊക്കെ മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം അല്ലേ. അതായത് ഫേക്ക് ന്യൂസ് ആണോ റിയൽ ന്യൂസ് ആണോ എന്ന് മനസ്സിലാവുന്ന രീതിയിൽ ആ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ മാധ്യമങ്ങളിലൂടെയാണ് വാർത്തകളും വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് അല്ലേ. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വാർത്തകളും വിവരങ്ങളൊക്കെ എത്തുന്നത് പത്രത്തിലൂടെയും ന്യൂസ് ചാനലിലൂടെയും ഇപ്പോൾ ഫേസ്ബുക്ക്, വാട്സാപ്പ് പോലുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് അല്ലേ. സോ മാധ്യമങ്ങൾ സ്വതന്ത്രവും നിഷ്പക്ഷവും ആയിരിക്കണം. അല്ലാത്ത പക്ഷം ഫേക്ക് ന്യൂസുകൾ കൊടുക്കാം അല്ലേ, ആളുകളെ പറ്റിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ല അല്ലേ. മാധ്യമങ്ങൾ എപ്പോഴും നിഷ്പക്ഷമായിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ലേ. അതാണ് നമ്മളിവിടെ മീഡിയ എന്നുള്ള കാര്യത്തിൽ പറയുന്നത്. മീഡിയയിൽ അതാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇനി എന്താ ജനാധിപത്യ സംവിധാനം. ജനാധിപത്യം പൗരബോധം സൃഷ്ടിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഒരു ഭരണരീതി എന്നതിലുപരി ജനാധിപത്യം എന്ന് പറയുന്നത് എന്താ, ഒരു ജീവിതചര്യ കൂടിയാണ് കേട്ടോ. ഭരണരീതി എന്നതിലുപരി ജനാധിപത്യം ഒരു ജീവിതചര്യ കൂടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ലേ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ജനാധിപത്യപരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അപ്രോച്ച് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ നന്നാകുന്നതിനോടൊപ്പം നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചോ അവർ ഓക്കെ ആണെന്നുള്ള കാര്യത്തിൽ നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ സിവിക് കോൺഷ്യസ്നസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഡെമോക്രാറ്റിക് സിസ്റ്റം എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ധാർമ്മികത അല്ലെങ്കിൽ മൊറാലിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കണം. എന്താണ് ധാർമ്മികത അല്ലെങ്കിൽ മൊറാലിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കണം. ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ തിന്മകളിൽ നിന്ന് നന്മ സ്വീകരിച്ച് നമ്മളെ മാക്സിമം ഔട്ട്പുട്ട് ആ നന്മ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ധാർമ്മികത എന്ന് പറയുന്നത് അല്ലേ. ധാർമ്മികത എന്നാൽ തിന്മകളിൽ നിന്ന് സദ്ഗുണങ്ങളെ തിരിച്ചറിയാനും സദ്ഗുണങ്ങൾ സ്വീകരിക്കാനും ഉത്തരവാദിത്വത്തോടെ ചുമതലകൾ നിർവഹിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ മൊറാലിറ്റി അല്ലെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം അല്ലേ. മൊറാലിറ്റി ഈസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂ ഫ്രം ദ വൈസസ് എന്ന് നമ്മൾ പറയും അല്ലേ. വിർച്യൂസ് ഫ്രം ദ വൈസസ് എന്ന് പറയും. ആൻഡ് ആക്സെപ്റ്റ് വിർച്യൂസ് ആൻഡ് പെർഫോം ഡ്യൂട്ടീസ് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആണ്. സോ ഈ ഡെഫിനിഷൻ നിങ്ങൾ എന്തായാലും പഠിക്കണം, അത് ചോദിക്കാം. പിന്നെ പൗരബോധം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സെൽഫിഷ് ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല അല്ലേ. എല്ലാവരും സെൽഫിഷ് മോട്ടീവോടെ സെൽഫിഷ് മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് പൗരബോധം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് നമ്മൾ പഠിക്കുന്നത്. പിന്നെ പൗരബോധം വെല്ലുവിളിയെ നമുക്ക് എങ്ങനെ മറികടക്കാം അല്ലെ. പൗരബോധം നേരിടുന്നതാണ് കേട്ടോ. പൗരബോധം നേരിടുന്ന വെല്ലുവിളികൾ നമുക്ക് എങ്ങനെ മറികടക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യപരമായും സഹിഷ്ണുതയോടും കൂടെ എല്ലാവരും പ്രവർത്തിക്കുക. പിന്നെന്താ, പൊതു താല്പര്യത്തിനെതിരായിട്ട് നമ്മൾ നിൽക്കരുത്. പബ്ലിക് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കാൻ പാടില്ല. നമുക്ക് എന്തൊക്കെ മോട്ടീവ് ഉണ്ടായാലും നമ്മൾ എപ്പോഴും പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ കൂടെ നിൽക്കണം. അവകാശങ്ങൾക്കും കടമകൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാറ്റം നിങ്ങളാവുക അല്ലെ. ബി ദ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ് എന്ന് പറയൂലേ, അതായിട്ട് മാറുക. ഓരോരുത്തരും തൻ്റെ പ്രവർത്തനങ്ങളെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തുക. ഓരോരുത്തരും തൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് ഈച്ച് വൺ ഷുഡ് ഇവാലുവേറ്റ് ഹിസ് ആക്ടിവിറ്റി ക്രിട്ടിക്കലി ആണ്. ബി ദ ചേഞ്ച് വിച്ച് യു വാണ്ട് ടു സീ, നമ്മൾ ആ മാറ്റമായിട്ട് മാറുക. ഗീവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ബോത്ത് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ്. ഡോണ്ട് സ്റ്റാൻഡ് അഗെയിൻ പബ്ലിക് ഇൻട്രസ്റ്റ്. അതുപോലെ എന്താ, ആക്ട് ഡെമോക്രാറ്റിക്കലി ആൻഡ് ടോളറബിളി അല്ലേ. പിന്നെ സാമൂഹിക ബോധത്തിൻ്റെ രൂപീകരണത്തിന് സാമൂഹിക ശാസ്ത്രം എങ്ങനെ അല്ലേ, അല്ലെങ്കിൽ പൗരബോധ രൂപീകരണത്തിന് നമ്മളെ സോഷ്യൽ സയൻസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. അതായത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ നിന്നാണ് നമ്മൾ വൈവിധ്യങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുന്നത് അല്ലേ. അതായത് ഒരു മനുഷ്യൻ്റെ ദൈനംദിന ആക്ടിവിറ്റികളെ കുറിച്ചൊക്കെ നമ്മളിതിൽ എക്കണോമിക്സിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് ചരിത്രബോധം ഉണ്ടാവുന്നുണ്ട്, നമുക്ക് ഭൂപടങ്ങളെക്കുറിച്ച് നോളജ് കിട്ടുന്നുണ്ട് അല്ലേ. ജോഗ്രഫിക്കൽ ലൊക്കാലിറ്റീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് വൈവിധ്യങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് പൗരബോധം ഉണ്ടാക്കുന്നതിന് നന്നായിട്ട് സഹായിക്കുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വിവിധ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെയുള്ള കഴിവ് നമുക്കതിന് കിട്ടുന്നുണ്ട് അല്ലേ. നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാനും ക്രിട്ടിക്കലി ഇൻ്റർവ്യൂ ചെയ്യാനും ഒക്കെയുള്ള കാര്യം നമുക്ക് എന്താ സോഷ്യൽ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം. സോ ഈ 4 പോയിന്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിന് വേണ്ടി പഠിക്കണം അല്ലേ. ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ടു റെസ്പെക്ട് ഡൈവേഴ്സിറ്റി.
helps to understand different social problems. It helps to suggest solution for different social problems. Spread the message of peace and cooperation എന്നുള്ള കാര്യം പഠിക്കുക. ഓക്കെ, സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കണം. 10-15 മിനിറ്റ് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മാരത്തോൺ ലൈവുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എല്ലാവരെയും നമുക്ക് കാണാം. ബൈ.